ചർച്ചയിൽ ഡോക്ടർ അരുൺകുമാർ കണ്ണൂരിൽ നിന്നാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഞാൻ ആദ്യം അദ്ദേഹത്തിലേക്ക് തന്നെ പോവുകയാണ്. ഡോക്ടർ അരുൺ, ഇപ്പോൾ മറുപടിയായോ? കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷ നേതാവ് ഈ ഡീൽ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ കുറച്ച് മണ്ഡലങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആ ഡീലിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചത്. അതിന് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന മറുപടി നിയമമാണ്, പിന്നീട് ഡൽഹിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ കൃത്യമായ മറുപടി ആകുന്നുണ്ടോ? വീണ്ടും തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപിൽ ഒരു പുതിയ നരേറ്റീവ് വരികയാണ്. അത് BJP CPM ഡീൽ എന്നുള്ളതാണ്, അഥവാ CJP എന്നുള്ളൊരു പഴയ ആർഗ്യുമെന്റ് കൊണ്ടുവരികയാണ്. മറുപടി ആയോ എന്ന ചോദ്യത്തിന് മറുപടിയായി, പക്ഷേ ഇനിയും ഈ ചർച്ച നീളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് പാലക്കാട് മണ്ഡലത്തിൽ ഒരു അരക്ഷിതാവസ്ഥ രൂപപ്പെട്ടു എന്ന തോന്നലിൽ മാത്രമല്ല, കേരളത്തിലുടനീളം ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാനുള്ള ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഒരു വഴി CPM മേൽ ഒരു മൃദുഹിന്ദുത്വത്തിന്റെ ടാഗ് ലൈൻ ഒട്ടിച്ചു കൊടുക്കലാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തുടർച്ചയായിട്ട് നമ്മൾ ഈ കാണുന്നത് ഈ CPM ഒരു മൃദുഹിന്ദുത്വ സ്വഭാവമുണ്ടെന്നും പിണറായി വിജയൻ ആ ന്യൂനപക്ഷ പ്രേമമെല്ലാം വിട്ട് ഭൂരിപക്ഷ സമുദായത്തിനോടൊപ്പം പോകുന്നു എന്നുമുള്ളൊരു നെറേറ്റീവാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ഉപയോഗിക്കുന്നത്. ഇന്നിപ്പോ കോലീബി സഖ്യത്തെക്കുറിച്ചൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? കോലീബി സഖ്യത്തിൽ മാത്രമല്ല, അതിനു മുമ്പും നമ്മൾക്കൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ ആരാണ് ഇവിടെ ഡീൽ ഉണ്ടാക്കിയത് എന്നുള്ളതിന് മുന്നിൽ വ്യക്തമായ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. 1960കളിൽ അന്ന് നമ്മുടെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ EMS നമ്പൂതിരിപ്പാട് മത്സരിക്കുന്നത് പട്ടാമ്പിയിൽ നിന്നാണ്. അന്ന് പട്ടാമ്പിയിൽ മത്സരിക്കുന്ന സമയത്ത് അന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരുന്നത് രാഘവൻ നായരെ. അന്ന് ജനസംഘിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് P മാധവമേനൻ. ഒടുവിൽ എന്ത് സംഭവിച്ചു? തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ജനസംഘിന്റെ P മാധവമേനൻ ആ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവലിഞ്ഞു. ആ വോട്ടുകൾ കൂടി രാഘവൻ നായർക്ക് കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷെ എന്ത് സംഭവിച്ചു? ഒടുവിൽ അന്ന് കോൺഗ്രസ്, PSP, ഒപ്പം മുസ്ലിം ലീഗ്, ഒപ്പം ജനസംഘ്, ഈ സഖ്യത്തിന്റെ വോട്ട് രാഘവൻ നായർക്ക് കിട്ടി. EMSനെ പരാജയപ്പെടുത്തുകയായിരുന്നു നീക്കം. ആദ്യത്തെ ഇന്ത്യയിൽ, കേരളത്തിലെ രാഷ്ട്രീയത്തിലൊരു പ്രധാനപ്പെട്ട പരീക്ഷണമായിരുന്നു അത്. പക്ഷെ അന്ന് EMS നമ്പൂതിരിപ്പാട് 7300-ലധികം വോട്ടുകൾക്ക് പട്ടാമ്പിയിൽ നിന്ന് വിജയിച്ചു വരുന്നു ഈ കോൺഗ്രസ്, ലീഗ്, PSP, ജനസംഘിന്റെ കൂട്ടുകെട്ടിനെ. യഥാർത്ഥത്തിൽ കോലീബിയുടെ ഒരു ആദ്യഘട്ട പരീക്ഷണമായിരുന്നു പട്ടാമ്പിയിൽ നടക്കുന്നത്. പിന്നീട് നോക്കൂ, കോലീബിക്ക് മുമ്പ് വേറൊരു പരീക്ഷണം ഉണ്ടായി. അത് ലോക്സഭയിലേക്കാണ്. എവിടെയാണ് ലോക്സഭയിൽ? പാലക്കാട് 1971. 1971 പാലക്കാട് CPMന്റെ സ്ഥാനാർത്ഥി സാക്ഷാൽ AKG എന്ന് നേരിടാൻ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ. അന്ന് TC ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു ജനസംഘിന്റെ നേതാവ് പാലക്കാട് നിന്നും ജനസംഘിന് വേണ്ടി മത്സരിക്കാൻ വരുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിക്കുന്നത് രാജഗോപാൽ. ഒടുവിൽ എന്ത് സംഭവിച്ചു? രാജഗോപാൽ പിൻവാങ്ങുന്നു. ആ വോട്ടുകൾ ആരൊക്കെയാന്ന്? ദീൻദയാൽ ഉപാധ്യായ അടക്കം അന്ന് ക്യാമ്പയിന് വരുന്നു സാക്ഷാൽ AKGക്കെതിരെ. അന്ന് കോൺഗ്രസിന്റെയും ദീൻദയാൽ ഉപാധ്യായയുടെയും പ്രസംഗം പാലക്കാട്ടുകാർ കേട്ടിട്ടുണ്ട്. അന്ന് ആർക്കു വേണ്ടിയായിരുന്നു? TC ഗോവിന്ദനെതിരെയായിരുന്നു. 1971 ആ തിരഞ്ഞെടുപ്പിലും AKG ആ സഖ്യത്തെ അതിജീവിച്ചുകൊണ്ട്, ആ ഡീലിനെ അതിജീവിച്ചുകൊണ്ടാണ് ലോക്സഭയിലേക്ക് പോകുന്നത്. പിന്നീടാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 1991 ബേപ്പൂർ വടകര മോഡൽ കോലീബി എന്ന് പറയുന്നത്. അത് പരസ്യമായിരുന്നില്ലേ? ബേപ്പൂരിൽ മാധവൻകുട്ടിയെ ജയിപ്പിക്കണം, വടകരയിൽ രത്നസിംഗിനെ വിജയിപ്പിക്കണം. അങ്ങനെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിലുടനീളമുള്ള UDF സ്ഥാനാർത്ഥികൾക്ക് സംഘപരിവാറിന്റെ വോട്ട് കിട്ടും എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ഒരു ധാരണ. ആ ധാരണ ഉണ്ടാക്കിയതിന് പിന്നിൽ K കരുണാകരൻ ഉണ്ടായിരുന്നില്ലേ? അന്ന് പ്രസംഗിക്കാൻ പോയതിന് പിന്നിൽ ലീഗിന്റെ നേതാക്കൾ ഉണ്ടായിരുന്നില്ലേ? 21-ലധികം തവണ ലീഗിന്റെ അധ്യക്ഷൻ അന്ന് ബേപ്പൂരിൽ പോയി മാധവൻകുട്ടിക്ക് വേണ്ടിയിട്ട് പ്രസംഗിച്ചിട്ടില്ലേ? പാഴായ പരീക്ഷണങ്ങളിൽ ഇതെല്ലാം വ്യക്തമായി എഴുതിയിട്ടില്ലേ? അപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ BJPയുമായും സംഘപരിവാറുമായും ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിന്റെ ചില എക്സാമ്പിൾസ് മാത്രമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി വർത്തമാനകാലത്തിലേക്ക് വരാം. എന്താണ് പാലക്കാട്ടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം? പാലക്കാട് രമേശ് പിഷാരടി നിശ്ചയിച്ചപ്പോ 3 തരത്തിലുള്ള ഭീഷണി അവിടെ കോൺഗ്രസിനുണ്ട് എന്നുള്ളതാണ്. നമ്പർ 1, ആദ്യത്തെ ഭീഷണി എന്താ? ഒന്ന്, രമേശ് പിഷാരടി അവിടെ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ കരുത്തനായ UDFന്റെ സ്ഥാനാർത്ഥിയാണോ? ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 1. അതാണോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും കഴിഞ്ഞ രമേശ് പിഷാരടി വരുമ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ അത്രയധികം ആക്റ്റീവ് അല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു എന്നുള്ളൊരു വലിയ ആരോപണം നേരിടുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ എന്ന് വെച്ചാൽ, ഉപതെരഞ്ഞെടുപ്പിനുള്ളതുപോലെ കോൺഗ്രസ് മെഷീനറി ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ പ്രവർത്തിക്കാനാവില്ല. കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു, DCC പ്രസിഡന്റ് ഒരു ഭാഗത്ത് മത്സരിക്കുന്നു, മറുഭാഗത്ത് കോങ്ങാട് ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്ത് അവിടെ തുളസി മത്സരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ മുഴുവൻ സംഘടനാ സംവിധാനം അവിടെ ഇല്ല. ഈ മത്സരിക്കാൻ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടത് UDFന്റെ മാത്രം ചുമതല എന്ന രൂപത്തിലാണോ അങ്ങ് കാണുന്നത്? അല്ല, എങ്ങനെയാണ് NMR റസാഖ് അവിടെ ദുർബലനായ സ്ഥാനാർത്ഥിയായി തീരുന്നത്? NMR റസാഖിന് അവിടെ ഇപ്പോൾ മണ്ഡലത്തിൽ നിന്നുള്ള അങ്ങയുടെ തെളിവ് എന്താണ്? അങ്ങയുടെ മുന്നിലെ തെളിവ് എങ്ങനെയാണ്? ഞാനത് പറയാം. എന്തുകൊണ്ടാണെന്ന് പറയാം.
അല്ല, ഞാൻ എന്താണെന്ന് പറയാം. രമേശ് പിഷാരടി ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തെക്കുറിച്ച് നടത്തിയ ഒരു വലിയ ഒരു കമന്റ് ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട്. ദുർബലനാണെന്ന് പറയാനുള്ള കാരണം ഇതാണ്. NMR അവിടെ പറയുന്നത് രാഷ്ട്രീയമാണ്. പക്ഷേ രമേശ് പിഷാരടിക്ക് അത്രമേൽ രാഷ്ട്രീയം പറയാൻ കഴിയുന്നുണ്ടോ? അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എന്താ പ്രശ്നം? സോണിയാഗാന്ധി പോലും പശ്ചിമേഷ്യയിൽ നടക്കുന്ന വിഷയത്തിൽ അയത്തുള്ള അലി ഖമൈനിയുടെ മരണത്തിൽ ഈ സർക്കാർ ഒരു തരത്തിലും ഇടപെടാതിരുന്നപ്പോ അതിനെതിരെ ലേഖനം എഴുതുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെ ആ പ്രതികരണം പോലും എന്തുകൊണ്ടാണ് രമേശ് പിഷാരടിയുടെ ഭാഗത്തുനിന്നുണ്ടാവാത്തത്? നോക്കൂ, അവിടെ എങ്ങനെ രമേശ് പിഷാരടി പണ്ട് പ്രതികരിച്ചത്? പലസ്തീനിൽ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോൾ അല്ലെങ്കിൽ യുദ്ധം നടക്കുമ്പോൾ, ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്തിനാണ് പ്രതിഷേധം എന്ന് ചോദിക്കുന്നത് ഒരു രാഷ്ട്രീയവാദമല്ലേ? അങ്ങനെ രാഷ്ട്രീയത പറയുന്ന ഒരാളെയാണോ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് UDF സ്ഥാനാർത്ഥിയെ കൊണ്ടുവരേണ്ടത്? അതാണ് ശരി. ആ പ്രതികരണം അത്ര ശരിയാണ് എന്ന് കരുതാൻ കഴിയില്ല. ശരിയാണ് ഡോക്ടർ അരുൺ. പക്ഷേ പലസ്തീൻ വിഷയമാണോ അവിടെ പ്രതിഫലിക്കുക എന്നൊരു സംശയമുണ്ട്. മാത്രമല്ല, പലസ്തീൻ വിഷയമാണെങ്കിൽ പലസ്തീൻ വിഷയത്തിൽ ഹമാസിനെ തീവ്രവാദികൾ എന്ന് വിളിച്ചുകൊണ്ട് ഹമാസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പലസ്തീൻ വിഷയത്തിൽ KK ശൈലജ നടത്തിയ പ്രതികരണവും ആ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശശി തരൂർ എന്താ പറഞ്ഞത്? അതാ പറയുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതികരിച്ച് അവിടെ കിടക്കുന്നുണ്ട്. പ്രതികരണം എന്താ? KK ശൈലജയുടെ പ്രതികരണം എന്താ? അതാണ് പ്രശ്നം. KK ശൈലജയുടെ രാഷ്ട്രീയം പറയണം. അല്ലല്ല, കേൾക്കൂ, ആ രാഷ്ട്രീയം പറയണം. ആ രാഷ്ട്രീയം പറയാൻ നിലവിൽ രമേശ് പിഷാരടിക്ക് കഴിയുന്നുണ്ടോ? പലസ്തീനിൽ അഗാധമായ പാണ്ഡിത്യമില്ല എന്നതാണ് അദ്ദേഹത്തിന്. കേൾക്കൂ സ്മൃതി, അല്ല സ്മൃതി, എന്റെ സമയം കഴിഞ്ഞിട്ട് ഞാൻ സ്മൃതിക്ക് അവസരം തരാം, അതിലിടപെടാൻ അവസരം തരാം. ഞാൻ പറഞ്ഞു തീരട്ടെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ? ഉണ്ണി മുകുന്ദനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അന്നിട്ട കമന്റ് ഇപ്പോഴും മോഡിഫൈഡ് ആയിരിക്കുന്നു താങ്കൾ എന്നിട്ടിരിക്കുന്നത് മോദിയെ കാണാൻ പോകുമ്പോഴാണ്. അങ്ങനൊരു സ്ഥാനാർത്ഥിയാണോ ശോഭാ സുരേന്ദ്രനെതിരെ മത്സരിപ്പിക്കേണ്ടതെന്നാണ് എന്റെ ചോദ്യം. അതാണ് രാഷ്ട്രീയമായിട്ട് ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതൊന്ന്. രണ്ടാമത്തത്, ആ മണ്ഡലത്തിലെ രാഷ്ട്രീയ പാരമ്പര്യം എന്താ ഈ രമേശ് പിഷാരടിയുടേത്? ഈ മണ്ഡലത്തിന് പോട്ടെ, കേരളത്തിന് പുറത്തു നിന്നുള്ള രാഷ്ട്രീയ പാരമ്പര്യം. NMR റസാഖിന് അങ്ങനല്ല. NMR റസാഖ് സജീവമായി രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പാലക്കാട് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പൊ കരുത്തരായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്നുള്ളത് ഒരു ഭാഗത്ത്. രണ്ട്, ഷാഫി പറമ്പിലില്ലാത്ത എന്ത് പ്രശ്നമാണ് NMR റസാഖ് മത്സരിക്കുമ്പോൾ ഉണ്ടാവുക? രണ്ടുപേർ ഹിന്ദു സ്ഥാനാർത്ഥികളായി മൂന്നാമത്തെ ഒരാൾ NMR റസാഖ് എന്ന പേരിൽ മത്സരിക്കുന്നതാണോ കുഴപ്പം? എന്താ അവിടുത്തെ പ്രശ്നം? എന്താ അവിടെ NMR റസാഖ് മത്സരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവിടെ ഡീൽ ഉണ്ടെന്ന് നിങ്ങൾ ആരോപിക്കുക? അവിടെ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന ഒരു ത്രികോണ മത്സരം നടക്കുന്ന സാധ്യതയുണ്ട്. എങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അടയാളം വെച്ച്, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വെച്ച് NMR റസാഖിനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ നിങ്ങൾക്ക് അവഗണിക്കാൻ കഴിയുക? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ടിന്റെ വ്യത്യാസമുണ്ട് സ്മൃതി? 6300 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. ആരൊക്കെ തമ്മിലാ? UDF-ഉം LDF-ഉം തമ്മിൽ. അവിടെ BJP എത്ര സ്ഥാനത്താ? 3-ാം സ്ഥാനത്താ. അപ്പൊ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന LDF അവിടെ 1-ാം സ്ഥാനത്തേക്ക് വരുമോ എന്നുള്ളൊരു ആശങ്ക ഈ പറയുന്ന ആരോപണത്തിന് പിന്നിലുണ്ടെന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല. ഒന്നാം സ്ഥാനവും 1-ാം സ്ഥാനവും വ്യത്യാസം എത്രയാണ്? അപ്പോ 1-ാം സ്ഥാനവും 3-ാം സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? എന്താണ് ഈ അങ്ങ് പറഞ്ഞല്ലോ 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും തമ്മിൽ 6000 വോട്ടിന്റെ, 2-ാം സ്ഥാനവും 3-ാം സ്ഥാനവും തമ്മിലും 6000 വോട്ടിന്റെ വ്യത്യാസമുണ്ട്. അതായത് ഒരു 4000 വോട്ട്. കേൾക്കൂ, അതാണ് സ്മൃതി. അപ്പൊ കണക്ക് കൂട്ടി നോക്കൂ. ഒരു 4000 വോട്ട് UDF-ൽ നിന്ന് ഇപ്പൊ UDF സംശയിക്കുന്നത് പോലെ LDF-ലേക്ക് പോയാൽ ആര് ജയിക്കും? BJP ജയിക്കുമോ? LDF ജയിക്കുമോ? LDF ജയിക്കും. അതാണ് പ്രശ്നം. ആ ആശങ്കയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രകടമാക്കുന്നത്. അതാണ് ഇതിനകത്ത് ഒരു ഇൻസെക്യൂരിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അത് പോയിന്റ് നമ്പർ 2. പോയിന്റ് നമ്പർ 3 എന്ന് പറയുന്നത് ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോഴും നമ്മുടെ മുന്നിൽ തൃശ്ശൂരാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. സ്മൃതി വിശ്വസിക്കുന്നുണ്ടോ തൃശ്ശൂർ മണ്ഡലത്തിൽ ആരുടെ വോട്ടാ കുറഞ്ഞത്? ആരുടെ ഡീൽ എന്നാണ് ആ കണക്ക് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? 86,000 തൃശ്ശൂരിലേക്ക് പോകുന്നതിന് മുമ്പ് പാലക്കാടിലെ ഒരു കാര്യം കൂടെ അങ്ങോട്ട് ചോദിക്കട്ടെ. ഒറ്റ കാര്യം കൂടെ, പാലക്കാട് ഒറ്റ കാര്യം കൂടെ. പാലക്കാട് ഈ സ്വാതന്ത്ര്യനെ തീരുമാനിച്ചതിന് പിന്നിൽ ഒരു മിനിറ്റ് പാലക്കാട് പറഞ്ഞുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അവിടെ ജയിക്കാൻ ആവശ്യമായ വോട്ട് പിടിക്കാൻ പാർട്ടി സ്ഥാനാർത്ഥിക്ക് പിടിക്കാൻ കഴിയില്ല എന്നൊരു വാദമാണ് പറഞ്ഞത്. അങ്ങനെ സ്വാതന്ത്ര്യം നിർത്തുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ സ്വാതന്ത്ര്യം ജയിക്കും എന്ന് പറയുന്നതിലുള്ള വാദം എനിക്ക് മനസ്സിലായില്ല. അത്രയ്ക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിന്റെ കണക്ക് മാത്രമാണ് അവിടെ LDF-നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കോൺഫിഡൻസ്. അതാണ് ഞാൻ ഈ കണക്ക് പറഞ്ഞത്. ആ കണക്ക് അവിടെ കിടക്കുന്നു. അതുകൊണ്ടാണ് അവിടെ അത് സ്വതന്ത്രനെ നിർത്തി വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് അവിടെ NMR റസാഖിനെ പോലെ ഒരാൾ വന്നാൽ കുറച്ചുകൂടി വോട്ട് പിടിക്കാൻ കഴിയും എന്ന തോന്നലുണ്ടാവുന്നത് ആ പാർട്ടിക്കാണ്. അതെന്തുകൊണ്ട് ആയിക്കൂടാ എന്നാണ് എന്റെ ചോദ്യം. അതെന്തുകൊണ്ടായിക്കൂടാ? അത് സരിനേക്കാൾ വോട്ട് പിടിക്കുകയാണെങ്കിൽ എന്താ പറയുക? അവിടെ ഈ ലെഫ്റ്റ് നന്നായി പെർഫോം ചെയ്തു എന്നല്ലേ പറയുക? തൊട്ട് മുമ്പുള്ള കണക്കല്ലേ സ്മൃതി നമ്മൾ പറയേണ്ടത്. ഇനി തൃശ്ശൂരിൽ ആരുടെ വോട്ടാ BJP-ക്ക് പോയത്? CPM-ന്റെ വോട്ടാണോ പോയത്? CPI-യുടെ വോട്ട് മാത്രമാണോ പോയത്? എത്ര വോട്ടാ ഒലിച്ചു പോയത്? കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ട് വർദ്ധിപ്പിച്ചത് CPM ആണോ കോൺഗ്രസ് ആണോ? വോട്ട് വർദ്ധിപ്പിച്ചത് ഇടതുപക്ഷമാണ്, CPI ആണ്. അവിടെ സുനിൽകുമാറിന്റെ വോട്ട് 16,000 വർദ്ധിച്ചു തൊട്ട് മുമ്പുള്ള വർഷത്തേക്കാൾ. അതായത് 2019-നേക്കാൾ.
കോൺഗ്രസിന്റെ വോട്ടോ 86,000 വോട്ട് ഒലിച്ചുപോയി തൃശ്ശൂരിൽ. അപ്പോൾ ആർക്ക് വോട്ട് ചെയ്തു? കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന 86,000 വോട്ട് നേരെ ഷിഫ്റ്റ് ചെയ്ത് എങ്ങോട്ട് പോയി? BJP-യിലേക്ക് പോയി. ആ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാ തൃശ്ശൂരിൽ ജയിക്കുന്നത്. എന്നാൽ 16,000 വോട്ട് ആർക്ക് കൂടി? ഇടതുപക്ഷത്തിന് കൂടി തൃശ്ശൂരിൽ. ഇതാണ് തൃശ്ശൂരിലെ കണക്ക്. തൃശ്ശൂരിൽ പൂരം കലക്കിയതാണ് പരാജയത്തിന് കാരണമെന്ന് പറഞ്ഞ സുനിൽകുമാർ തന്നെയാണ്. ഇത് ഞാൻ ഒറ്റ കണക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് ആ ആരോപണം അവിടെ കിടക്കുന്നുണ്ട്. പൂരത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ അതുണ്ടായിരുന്നു. പക്ഷെ കണക്കുകൾ വന്നപ്പോൾ എന്താ? ആരുടെ വോട്ടാ പോയത്? കോൺഗ്രസിന്റെ വോട്ടല്ലേ പോയത്? കോൺഗ്രസിന് 86,000 വോട്ട് എവിടെ പോയി? TN പ്രതാപനെ എന്തുകൊണ്ട് മാറ്റി? അവസാന നിമിഷം വടകരയിൽ നിന്ന് എന്തുകൊണ്ട് മുരളീധരനെ കൊണ്ടുവന്നു? ഇതായിരുന്നില്ലേ ചോദ്യം? ആ രാഷ്ട്രീയ ചോദ്യമല്ലേ നമ്മൾ ചോദിക്കുന്നത്? കണക്കല്ലേ നമ്മുടെ മുന്നിലുള്ളത്? അതല്ലേ വസ്തുത? അതവിടെ നിൽക്കട്ടെ. ഇനി നിയമത്തിന്റെ കാര്യം ഞാനൊന്ന് പറയാം. നിയമത്തിന്റെ കാര്യം ഇന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. ആ കണക്കുകൾ പരിശോധിച്ചാൽ സ്മൃതിക്ക് വളരെ കൃത്യമായി മനസ്സിലാവും എന്താണ് 2006 മുതൽ നിയമമണ്ഡലത്തിൽ സംഭവിച്ചത്. 2001 ഞാൻ ആ കണക്ക് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. 3 മിനിറ്റ് എടുക്കൂ. 2001 അന്ന് ശക്തൻ മത്സരിച്ച് വിജയിക്കുന്നു. എത്ര വോട്ടാണെന്നറിയാമോ? കോൺഗ്രസിന് 56,000 വോട്ട് നേമത്ത്. അന്ന് CPM-ന്റെ സ്ഥാനാർത്ഥി വെങ്ങാനൂർ ഭാസ്കരൻ 47,000 വോട്ടുണ്ട്. അന്ന് BJP-യുടെ MS കുമാർ മത്സരിക്കുന്നു. 16,000 വോട്ട് മാത്രം. 2006 ആകുമ്പോഴേക്കും BJP-യുടെ വോട്ട് താഴ്ന്നു. BJP-യുടെ വോട്ട് എത്രയായി മാറി? BJP-യുടെ വോട്ട് മലയങ്കിഴി രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ 6,705. നമ്മൾ ഇന്ന് പറയുന്ന നിയമം A ക്ലാസ് മണ്ഡലം കഴിഞ്ഞ 20 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് ഞാൻ ഈ പറയുന്നത്. അന്ന് BJP-യുടെ വോട്ട് കേവലം 6,705. അന്ന് കോൺഗ്രസ് ശക്തനായിരുന്നു. അന്ന് 60,000 വോട്ട് പിടിച്ചു. CPM-ന്റെ വോട്ട് എങ്ങോട്ടും പോയില്ല കേട്ടോ. CPM 50,000 1,00,000 വോട്ട് വർദ്ധിപ്പിക്കുക ചെയ്തത് 2006 20 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ 60,000 വോട്ട് കോൺഗ്രസിന്, 50,000 വോട്ട് CPM-ന്, 6,700 വോട്ട് BJP-ക്ക്. ഇതായിരുന്നു 20 വർഷം മുമ്പ് നിയമത്തിന്റെ അവസ്ഥ. തൊട്ടടുത്ത വർഷം 2011 എന്ത് സംഭവിച്ചു? കോൺഗ്രസിന് 60,000 വോട്ടുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് അടുത്ത തവണ UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് എത്ര വോട്ടാണെന്നറിയാമോ? കേരളം ഞെട്ടും. 20,248 വോട്ട്. അതിനിടയ്ക്ക് നടന്നൊരു ഡീലിമിറ്റേഷൻ അങ്ങ് മറന്നു. അതിനുശേഷം നടന്ന മത്സരമാണ് 2011. 2008 മണ്ഡല പുനർനിർണയം. അത് ഞാൻ പറയാൻ പോവാ. അവിടെ ഡീലിമിറ്റേഷൻ അല്ല സ്മൃതി പ്രശ്നം. ആരായിരുന്നു സ്ഥാനാർത്ഥി എന്നറിയാമോ? 2016 UDF-ന്റെ സ്ഥാനാർത്ഥി ആരാ? കോൺഗ്രസിൽ നിന്നുള്ള സ്ഥാനാർത്ഥി ആയിരുന്നോ? അവിടെ കോൺഗ്രസിലെ ശക്തനെ പോലൊരു സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോ 2011 മത്സരിക്കാൻ വരുന്നത് ചാരുവാറ രവി. എവിടെ നിന്ന്? സോഷ്യലിസ്റ്റ് ജനതാദളിൽ നിന്ന്. 20,000 വോട്ട്. 40,000 വോട്ട് ക്ലീൻ വൈറ്റ് വാഷ് ആണ്. അവിടെ രാജഗോപാൽ എത്ര വോട്ട് വർദ്ധിപ്പിച്ചു? 6,000-ൽ നിന്ന് 43,000 വർദ്ധിപ്പിച്ചു. ഡീൽ ആരൊക്കെ തമ്മിലാ? അപ്പോഴും CPM-ന്റെ വോട്ട് എത്ര നിന്നു? 50,000 വോട്ടായി നിന്നു. സ്മൃതി പറയൂ. 2011 കാര്യം പറയൂ. 2011 കാര്യം പറയൂ. ഡീലാണെങ്കിൽ 2011 കാര്യം പറയൂ. 2011 ശിവൻകുട്ടി എങ്ങനെയാണ് ജയിക്കുന്നത്? 2011 കഥ ഇത്. ശരി, അപ്പൊ 2021 കാര്യം പറയൂ. 2016 വരുമ്പോൾ സംഭവിച്ചത് എന്താ? 2016 അങ്ങനെ രാജഗോപാൽ കേൾക്കൂ. അതിനുശേഷം സംഭവിച്ചത് സ്മൃതി കേൾക്കൂ. 2011 അങ്ങനെ ചാരുവാറ രവിയെ നിർത്തി 20,000 വോട്ടായിട്ട് കുറച്ചു. അപ്പൊ ഇതിൽ നിന്ന് പഠിക്കണ്ടേ കോൺഗ്രസ്? 2016 കോൺഗ്രസ് തിരിച്ച് സ്ഥാനാർത്ഥി നിർത്തണ്ടേ? നിർത്തിയില്ല. പകരം ആർക്ക് കൊടുത്തു? സുരേന്ദ്രൻപിള്ളയ്ക്ക് കൊടുത്തു. സുരേന്ദ്രൻപിള്ള കോൺഗ്രസ് ആണോ? അല്ല. സുരേന്ദ്രൻപിള്ളയ്ക്ക് എത്ര കിട്ടിയത്? JDU-വിൽ അന്ന് 20,000 ചാരുവാറ രവിക്ക് കിട്ടിയെങ്കിൽ 13,000 കുറഞ്ഞു. ആരുടെ വോട്ട് കൂടി? BJP-യുടെ വോട്ട് കൂടി. ആര് നിയമസഭയിലെത്തി? രാജഗോപാൽ നിയമസഭയിലേക്ക് എത്തി. അന്ന് CPM-ന്റെ എത്ര വോട്ട്? 59,000 വോട്ട് വർദ്ധിപ്പിച്ചു നിയമത്ത്. വോട്ട് ആരുടെ പോയി? UDF-ന്റെ പോയി. നിയമസഭയിലേക്ക് ആരെത്തി? BJP എത്തി. അതല്ലേ നിയമത്ത് സംഭവിച്ചത്? ഇനി 2021 കുമ്മനം രാജശേഖരന്റെ വോട്ട് 51,000 നിലനിന്നു. പക്ഷെ അപ്പോഴും ശിവൻകുട്ടി 55,000 വോട്ട് വർദ്ധിപ്പിച്ചു. K. മുരളീധരൻ 36,000 വോട്ട് വർദ്ധിപ്പിച്ചു. ഇതല്ലേ യഥാർത്ഥത്തിൽ നിയമത്തിൽ സംഭവിച്ചത്? ശരി, അത് ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകിയത് ഒരു പിഴവായിരുന്നു എന്ന തിരിച്ചറിവിൽ പിന്നീട് മുരളീധരനെ നിർത്തിക്കൊണ്ട് ശക്തമായ മത്സരം കാഴ്ചവെച്ചപ്പോഴാണ് ശിവൻകുട്ടിക്ക് വിജയമുണ്ടായത്. ഇതാണ് കോൺഗ്രസ് പറയുന്ന വാദം. നിർത്തി എന്നതാണ് പ്രശ്നം. ഘടകകക്ഷിക്കാണ് നേരത്തെ കൊടുക്കുന്നത്. ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തി. പ്രശ്നം വരുന്നത് കോൺഗ്രസ് ദുർബല അതെ, സ്ഥാനാർത്ഥികളെ മണ്ഡല പുനർനിർണയത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് അത് 2011 അല്ലേ? 2011 ഘടകകക്ഷി നിൽക്കുന്നു, 2016 ഘടകകക്ഷി നിൽക്കുന്നു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ അവിടെ ഒരു വിജയ സാധ്യത അത്രയേ കോൺഗ്രസ് കണ്ടിരുന്നുള്ളൂ എന്നുള്ളതാണ്. BJP 2016 ശരിയാണ് നേട്ടമുണ്ടാക്കി. അതിനുശേഷം ആ തിരിച്ചറിവ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അടുത്ത തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ അത് മുരളീധരെ നിർത്തിക്കൊണ്ട് മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. അവിടെ 36,000 വോട്ട് എങ്ങനെ പിടിച്ചു? പിന്നെ മുരളീധരൻ ഈ പുനർനിർണയം നടത്തിയ മണ്ഡലത്തിൽ എങ്ങനെ പിടിച്ചു? ഇത് കിട്ടില്ലേ 2011? 2016 രാജഗോപാൽ വരുന്നത് ഒഴിവാക്കാമായിരുന്നില്ലേ? എന്ത് സംഭവിച്ചു? എന്തുകൊണ്ട് നിർത്തിയില്ല? വൈ? അല്ല, അത് ഡീലാണ് എങ്കിൽ, അങ്ങനെയെങ്കിൽ ഇപ്പോൾ പറയുന്ന ഡീലൊക്കെ അങ്ങൊന്ന് വിശദീകരിക്കേണ്ടി വരും. അത് ഡീലാണെങ്കിൽ ഇപ്പോൾ പറയുന്ന മുഴുവൻ ഡീലും ഒരു ഡീൽ കൂടി ഞാൻ പറയാം. റാന്നിയില്
റാന്നിയില് റാന്നിയിൽ പോയിട്ട് നിങ്ങൾ BJP സ്ഥാനാർത്ഥിയോട് ചോദിച്ചു നോക്കൂ, അല്ലെങ്കിൽ അവിടുത്തെ UDF സ്ഥാനാർത്ഥിയോട് ചോദിച്ചു നോക്കൂ. UDF സ്ഥാനാർത്ഥി എന്താ പറയുന്നത്? റാന്നിയിൽ ഡീൽ ഉണ്ടെന്നാണോ സ്മൃതി? എനിക്കറിയില്ല ഇവിടെ ഡീലുണ്ടോ എന്നുള്ളത്. UDF സ്ഥാനാർത്ഥി പറയാ. അവിടുത്തെ ഡീൽ എന്താ? കോന്നിയിലെ ഡീൽ എന്നുള്ളത് പരമ്പരാഗതമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അടൂർ പ്രകാശ് ആ മണ്ഡലത്തിൽ വിജയിക്കുന്നതിന്റെ രാഷ്ട്രീയ സമവാക്യം എന്താണെന്ന് അറിയാലോ. അത് നാളെ ഞാൻ വിശദീകരിക്കാം. നാളെ കോന്നിയിലെ UDFന്റെ സ്ഥാനാർത്ഥിയുടെ പരിഗണന വരുമ്പോൾ വട്ടിയൂർക്കാവിൽ തോൽപ്പിക്കുന്നത് കെ മുരളീധരനാണ് അല്ലേ? നേമത്ത് കുമ്മനം തോൽക്കുന്നത് എങ്ങനെയാണ് 2021-ൽ? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ BJPക്കെതിരെ ആ രൂപത്തിൽ കോൺഗ്രസിനെ നിർത്തുന്നുണ്ട്. പറയൂ. കോൺഗ്രസിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ നിന്നുകൊണ്ടാണ് കുമ്മനത്തെ തോൽപ്പിക്കുന്നത് അല്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, എത്രയിടത്ത് CPM-ന്റെ ശക്തമായ മത്സരങ്ങളുള്ള ഇടത്ത് BDJS-ഉം 2020-യും സ്ഥാനാർത്ഥികളായി വരുന്നു എന്നുള്ളതാണ് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം. അതിന് മറുപടി പറയാതെ നേരെ നേമത്തേക്കും ഡൽഹിയിലേക്കും പോയാൽ മറുപടി അത് ചോദിക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖരന്റെ അടുത്താ. രാജീവ് ചന്ദ്രശേഖരൻ അരുൺ അനിരുദ്ധനെ നിർത്തിയത് 2020-ക്ക് റാന്നിയിലും കോന്നിയിലും ഒക്കെ സ്ഥാനാർത്ഥികൾ വരുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന ശബരിമല പ്രധാനപ്പെട്ട വിഷയമായി BJP നടത്തുമ്പോൾ ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമല്ല എന്ന് പറഞ്ഞ 2020 അവിടെ നിൽക്കുന്ന ആരെ സഹായിക്കാനാണെന്നുള്ള ചോദ്യം ഉണ്ടാവുമല്ലോ. അതാണ് സ്മൃതി. സ്മൃതി അവിടെയാണ് ഒരു കാര്യം കൂടി ആലോചിക്കേണ്ടത്. ആലപ്പുഴയിൽ എന്താ അരുൺ അനിരുദ്ധനെ നിർത്തിയത്? എന്താ അനൂപ് ആന്റണി അവിടെ നിന്ന് പോയത്? അരുൺ അനിരുദ്ധനെ സ്മൃതിക്ക് അറിയാവോ? ശക്തനായ സ്ഥാനാർത്ഥിയാണോ? അതെന്താ അമ്പലപ്പുഴയിലെ അടിയൊഴുക്ക്? അമ്പലപ്പുഴയില് അത്രേ ഉള്ളൂ സ്മൃതി. എന്താണ് അമ്പലപ്പുഴയില്? അമ്പലപ്പുഴയിൽ എന്തുകൊണ്ടാണ് BJP ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്താത്തത്? താങ്കൾ പറഞ്ഞല്ലോ കോന്നിയിൽ എന്തുകൊണ്ട് ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല, BJP എന്തൊരു ഘടകകക്ഷിക്ക് കൊടുത്തു എന്ന്. BJP തന്നെ BJPക്ക് നല്ല വോട്ടുകൾ കിട്ടാൻ സാധ്യതയുള്ള കിട്ടിക്കൊണ്ടിരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയ തൃപ്പൂണിത്തുറ അടക്കമുള്ള സ്ഥലങ്ങളിൽ 2020 എങ്ങനെയാണ് വരുന്നത്? തൃപ്പൂണിത്തുറ മാത്രമല്ലല്ലോ, കൊടുങ്ങല്ലൂരിൽ അവിടെ കുപ്പായം തേപ്പിച്ച് നിൽക്കുന്ന അവിടെ 2020 വരുന്നത് ആരെ സഹായിക്കാനാണ്? VN വാസവന്റെ മണ്ഡലത്തിൽ 2020 എങ്ങനെയാണ് സ്ഥാനാർത്ഥിയാവുന്നത്? അതാണ് എന്റെ ചോദ്യം. BJP അവരുടെ ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കുന്നതിന് മറുപടി CPM-ന്റെ ഹെഡ്ക്വാർട്ടറിൽ നിന്നാണോ മറുപടി പറയുന്നത്? ശക്തനായ സ്ഥാനാർത്ഥി BJP ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു അല്ലെങ്കിൽ ഘടകകക്ഷികൾക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ആരോപണം. അതിനുള്ള മറുപടി വേണം. അതിനുള്ള മറുപടി സ്മൃതി എന്റെ സംശയമല്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനും BJPക്കുമല്ലേ ഒരു നിലപാടുള്ളത്? CPM-നും BJPക്കും തമ്മിലല്ലല്ലോ. അല്ലല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഇവിടെ BJP ഇപ്പോൾ ഈ റാന്നിയിൽ അവിടെ 2020 സ്ഥാനാർത്ഥിയെ നിർത്തുകയും ആ 2020 സ്ഥാനാർത്ഥി ശബരിമല ഞങ്ങൾക്ക് വിഷയമേ അല്ല എന്ന് പറയുകയും ചെയ്യുന്നതിൽ അങ്ങേക്ക് ഒരു സംശയവും തോന്നുന്നില്ല എങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അല്ലല്ല, എനിക്ക് സംശയമുണ്ട്. അവിടെയാണ് സ്മൃതി അതിനകത്ത് ബോധപൂർവ്വം മറന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ വന്നാൽ ഭരണവിരുദ്ധ വികാരം ആർക്ക് അനുകൂലമായിട്ട് തീരും? കോൺഗ്രസ് അനുകൂലമായിട്ട് തീരുമോ, LDF-ന് അനുകൂലമായിട്ട് തീരുമോ? എന്താ അങ്ങേക്ക് തോന്നുന്നത്? ഭരണവിരുദ്ധ അങ്ങേക്ക് എന്താ തോന്നുന്നത്? ശബരിമല വിഷയം അവിടെ ഉന്നയിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കും. കോമൺ സെൻസ് അല്ലേ സ്മൃതി? കോമൺ സെൻസിൽ ഭരണവിരുദ്ധ വികാരം സ്പ്ലിറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ സ്വാഭാവികമായും അവിടെ എന്ത് സംഭവിക്കും? ഞാൻ വിശ്വസിക്കുന്നു കോന്നിയിൽ അല്ലെങ്കിൽ റാന്നിയിൽ ഭരണവിരുദ്ധ വികാരം സ്പ്ലിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് 2020 സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. അതൊരു കോൺഗ്രസ് NDA ഡീലാണെന്ന് പറഞ്ഞാൽ എങ്ങനെ സ്മൃതി ഖണ്ഡിക്കും? എനിക്കത് മനസ്സിലാവുന്നില്ല. അങ്ങയുടെ വാദം എങ്ങനെയാണ് ശരിയാവുക എന്ന്? CPM-ന്റെ ശക്തമായ സ്ഥാനാർത്ഥികളുള്ള ഭരണവിരുദ്ധ വികാര വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോകാതിരിക്കാൻ ഒരാൾ ദുർബലരായ സ്ഥാനാർത്ഥിയെ നിർത്തി ഈ വോട്ടുകൾ ഏകീകരിക്കും. അതല്ലേ കോമൺ സെൻസ്? അതല്ലേ പൊളിറ്റിക്സിൽ സംഭവിക്കുന്നത്? ശരി, അപ്പൊ അതിന് ദുർബലരായ സ്ഥാനാർത്ഥി വേണം. അത് കോൺഗ്രസ് മണ്ഡലങ്ങൾക്ക് മറുപടി എങ്ങനെ വിശദീകരിക്കും? ശരി, എന്റെ എഴുത്തിൽ ഞാൻ പറഞ്ഞോളാം. ശരി, അങ്ങയുടെ വാദം പറഞ്ഞല്ലോ, മറുപടി ആയി എന്നുള്ളതാണ് അങ്ങ് പറയുന്നത്. Meet the editors.